ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ NDAക്ക് കനത്ത തിരിച്ചടി. TTV ദിനകരൻ മുന്നണി വിട്ടു. AIADMK OPS വിഭാഗത്തിന് പിന്നാലെയാണ് TTV ദിനകരന്റെ മുന്നണി മാറ്റം. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, TTV ദിനകരൻ വിജയിയെ പിന്തുണച്ച് വിജയ്ക്കൊപ്പം പോകുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ട്. NDAയുമായി അദ്ദേഹം അകലുന്നു എന്ന് വ്യക്തവുമായിരുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നത്? വിജയ്ക്കൊപ്പം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും നീക്കമുണ്ടോ? എന്താണ് ദിനകരന്റെ വിശദീകരണം? വിജയകുമാർ, നമ്മൾ തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ TTV ദിനകരൻ NDA മുന്നണി വിടും എന്നുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം, കഴിഞ്ഞ ബുധനാഴ്ച വരെ NDA മുന്നണിയുടെ ഭാഗമായി നിന്ന് മുന്നണിക്ക് വേണ്ടി വാദിച്ച ആൾ കൂടിയാണ് TTV ദിനകരൻ. അദ്ദേഹത്തിന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേരത്തെ AIADMK BJPയിൽ നിന്ന് മാറി നിന്നപ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലൊരു സഖ്യം ഇല്ലാതിരുന്ന സമയത്തും കൃത്യമായി BJPക്കൊപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സമീപനം സ്വീകരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് AMMK. അപ്പോൾ AMMKയിൽ നിന്നും TTV ദിനകരൻ കഴിഞ്ഞ ബുധനാഴ്ച വരെ ഇത്തരത്തിലൊരു നിലപാടെടുത്തു. പിന്നാലെ വെള്ളിയാഴ്ചയോടുകൂടിയാണ് വിജയ്ക്ക് അനുകൂലമായ ഒരു വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് വിജയകാന്തിനെ ആവർത്തിക്കും. 2006 വിജയകാന്ത് എന്താണോ ചെയ്തത് അത് 2026 വിജയ്ക്ക് ആവർത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും അതൊരു മുന്നണി മാറ്റം എന്ന നിലയിലേക്ക് കണ്ടിരുന്നില്ല. പക്ഷെ അതിന് പിന്നാലെ തിങ്കളാഴ്ചയോടുകൂടി NDAയിൽ നിന്ന് തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടുന്നത് എന്ന് TTV ദിനകരൻ തുറന്നടിച്ചിരുന്നു. അതിൽ പ്രധാനമായും BJPയും AIADMKയും കൂടി സഖ്യമായതിനു ശേഷം തന്നെ പല പരിപാടികളിൽ നിന്നും അവഗണിക്കുന്നു, തനിക്കും പാർട്ടിക്കും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതൊക്കെയും അദ്ദേഹത്തിന്റെ ഒരു പരാതിയായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ട് ഇത്തരത്തിൽ താൻ മുന്നണി വിടുകയാണെന്ന് പറഞ്ഞത്. ഈ പുതിയ സഖ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ല. പക്ഷേ ഈ ഒരു ഡിസംബറിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ച് സഖ്യം പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. നിലവിലെ നീക്കപ്രകാരം TVKയുമായിട്ടൊരു സഖ്യത്തിന് തന്നെയാണ് സാധ്യത എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ NDA സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ BJPയും AIADMKയും സഖ്യമായതിനു ശേഷം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ന്യൂനപക്ഷ മുഖങ്ങൾ, ഒപ്പം തന്നെ പല പ്രധാനപ്പെട്ട മേഖലകളിലെയും പ്രധാന നേതാക്കളൊക്കെയും ഈ സഖ്യത്തിനെതിരെ വരികയും പലരും രാജിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പല ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ വലിയ അടിയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതും. അതിനിടയിൽ EPS തമിഴ്നാട്ടിൽ ഉടനീളം ഒരു റാലി നടത്തുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ NDA ശ്രമിക്കുന്നതിനിടയിലാണ് മുന്നണിയിലെ കൊഴിഞ്ഞുപോക്ക്. നേരത്തെ OPS വിഭാഗം മുന്നണിയിൽ നിന്ന് വിട്ടുപോയിരുന്നു. അതിന് പിന്നാലെ OPS സ്റ്റാലിനെ കാണുകയും ചെയ്തു. ശരി റഹീസ്, എന്തായാലും തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ്. TTV ദിനകരൻ NDAയുടെ ഭാഗമായിരുന്നു. അദ്ദേഹം മുന്നണി വിട്ടു, വിജയ്ക്കൊപ്പം ചേരും എന്നാണ് സൂചനകൾ. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.